പൈറേറ്റ് ആപ്പിളുടെ സത്യം പ്രൊമോട്ട് ചെയ്തോടാ. ഇപ്പൊ പറഞ്ഞത് വാ നമുക്ക് തുടങ്ങാം. എനിക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടല്ലേ? ഇവരെ വീഡിയോ എടുത്ത് ഇവനെ അടിക്കേണ്ടി സൈഡിൽ എല്ലാരും റെക്കോർഡ് ശരി. കൊണിച്ചിവാ സുഹൃത്തുക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സാംസ്കാരിക വീബ്സ് ബൈ ഷിനിഗാമി സ്റ്റുഡിയോസ്. ഇന്ന് വി ഹാവ് നമ്മുടെ പഴയ ഉക്കേഷ് കുമാർ ഗോകുൽ വിത്ത് ജുബൈർ, ഞാൻ സാഹിൽ. ഇന്നത്തെ സോളോ ലെവലിംഗ് സ്പെഷ്യൽ എപ്പിസോഡ് ഡ്യൂ ടു പോപ്പുലർ ഡിമാൻഡ് ആൻഡ് പോപ്പുലാരിറ്റി ഓഫ് ദി അനിമെ വി ആർ ഡൂയിങ് എ സോളോ ലെവലിംഗ് എപ്പിസോഡ്. ഇത് ആക്ച്വലി ഇപ്പോഴത്തേതല്ല, ഇത് ഞാൻ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്ത എപ്പിസോഡാണ്. കഴിഞ്ഞ വർഷം നമ്മൾ സോളോ ലെവലിംഗ് എപ്പിസോഡ് പ്ലാൻ ചെയ്തപ്പം അത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് സ്വാലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോളോ ലെവലിങ്ങിനെ പറ്റി പറഞ്ഞായിരുന്നു, മാനുവ റെക്കമെൻഡേഷൻസ് കൊടുത്തായിരുന്നു. അന്നൊന്നും ഒരു ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും സോളോ ലെവലിംഗ് മതി. എന്താ അല്ലേ? ആൻഡ് ലൈക്ക് അനദർ ഡിസ്ക്ലൈമർ, 40% ഓഫ് ദ പീപ്പിൾ ഹു വാച്ച് അവർ വീഡിയോസ് ആർ നോട്ട് സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ നിങ്ങൾ അതിൽ ആരെങ്കിലും ഉൾപ്പെട്ടതാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ, ബെല്ലൈക്കൺ നിർബന്ധമില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം. സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം. എന്തിനാ അതിന്റെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഇരുന്നെങ്കിൽ താഴെ മുടിയൻ ഇസ് ദെയർ. അപ്പം മുടിയൻ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മുടിയൻ നിന്ന് ബ്രേക്കിലാണ്. ഇവിടെ കിടപ്പുണ്ട് ഗന്ധർവ. അത് ഗൗരി. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ദി എപ്പിസോഡ്. സോളോ ലെവലിംഗ് പറ, നിന്റെ സോളോ ലെവലിംഗ് എക്സ്പീരിയൻസ് എപ്പോഴാണ് തുടങ്ങിയത്? സോളോ ലെവലിംഗ് മാൻവ കഴിഞ്ഞ വർഷം ഒരു പാതിയായപ്പം വായിച്ചു തുടങ്ങിയാണ്. റെക്കമെൻഡേഷൻ ഗിവൻ ബൈ സ്വാലി. സ്വാലി പറഞ്ഞിട്ടാണ് ഞാൻ മാൻവ തന്നെ തുടങ്ങിയത്. അത് കഴിഞ്ഞ വർഷം തുടക്കം. അതായത് ഇവിടെ ഫസ്റ്റ് വീഡിയോ, രണ്ടാമത്തെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയത്താണ് സ്വാലി പറഞ്ഞ് ആ ടൈമിൽ വായിച്ചു തുടങ്ങി. ആദ്യം ഇതിനകത്തോട്ട് കയറി. ആദ്യം ഞാൻ പറഞ്ഞാൽ വേറൊരെണ്ണമാണ് വായിച്ചു തുടങ്ങിയത്. എൻ്റെ പേര് ഞാൻ പറഞ്ഞു, പ്ലെയർ എന്ന് പറയുന്നൊരു മാനുണ്ട്. അതായിരുന്നു ആദ്യം വായിച്ചത്. പിന്നെ അത് പാതി വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് സോളോ ലെവലിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരൊറ്റ പോക്കായിരുന്നു. ഇപ്പോഴത്തെ ആനിമെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൻവ വെൻ കമ്പയറിങ് ടു മാൻവ പക്ക കിടിലം അഡാപ്റ്റേഷൻ ആണ് എൻ്റെ അഭിപ്രായത്തിൽ. സ്റ്റോറി ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, അതിന്റെ വോയിസ് ആക്ടിങ് ആയിക്കോട്ടെ, അത് ഈവൻ ഇംഗ്ലീഷ് വോയിസ് ആക്ടിങ്ങിന് വരെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് റെഡ് ഐസ് എന്ന് പറയുന്നതാണ് അതിന്റെ മറ്റേ മാൻവ സ്റ്റുഡിയോ. അവര് നല്ല രീതിയിൽ മറ്റേ ഇത് ചെയ്യുന്നുണ്ട്, ഇതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ലാതെ മറ്റേ ചില ആനിമകൾ ഇറങ്ങുമ്പം ഇപ്പം മറ്റേ അതിന്റെ മാങ്കാക്കയോ അല്ലെങ്കിൽ ഷോനൻ ജംബോ ഒന്നും നോക്കാതെ ഇവർക്കങ്ങ് എടുത്ത് കൊടുക്കുന്ന പരിപാടിയല്ല. റെഡ് ഐസ് ഇപ്പോഴും ഇവരെ മറ്റേ സർവൈൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റിയിലാണ്. ഇതിന്റെ ഒരു ഗെയിം ഉണ്ട്, സോളോ ലെവലിംഗിന്റെ ഗെയിം ആയിട്ട് അതിന്റെ വോയിസ് ആക്ടേഴ്സ് തന്നെ കൂടുതലും ഇതിൽ വർക്ക് ചെയ്യുന്നത്. അല്ല, എറൈസ് ഇറങ്ങുന്നത് സോളോ ലെവലിംഗിന്റെ ഫസ്റ്റ് ഇത് ഇറങ്ങി തുടങ്ങുമ്പോഴാണ്. ഏതാ എപ്പിസോഡൊക്കെ ഇറങ്ങി തുടങ്ങിയ ശേഷമാണ്. അപ്പോഴും ആ ആനിമയിൽ വർക്ക് ചെയ്ത ഇവരെ തന്നെ ഗെയിമിലോട്ട് അവര് യൂസ് ചെയ്യും. ചില സാധനം സാധനം ഗെയിം സ്റ്റോറി സാധനമാണ്, മൊബൈൽ ഗെയിമാണ്, സിംഗിൾ പ്ലെയർ. അതാ മറ്റേ ഓൺലൈൻ. അത് മൾട്ടിപ്ലെയർ ഇല്ല, നമുക്ക് സ്റ്റോറി മോഡ് കളിക്കാൻ പറ്റും. അല്ല, ഫാം ചെയ്യണം. പക്ഷെ അതാണ് പ്രശ്നം, ഫാമിങ് ആ ഗെയിം ഫുള്ള്. ഫാം ചെയ്ത് ഊപ്പാട് മധ്യരടി വന്നാലേ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. കറക്റ്റ് പറയാ, ഊപ്പാട് വരും ഫാം ചെയ്ത്. സമയം ഇഷ്ടംമാരി അങ്ങ് എടുക്കും. അങ്ങനെ കുഴപ്പമുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്റെ മറ്റേ കട്ടൗട്ട്സ് പോലെ ഓരോ ഇതായിട്ട് ഞാനും കണ്ടു കുറെ ഇങ്ങനെ പോസ്റ്റ്. അത്യാവശ്യം നൈസ് സാധനമാണ്. സ്പേസ് ഒക്കെ വേണം. ടാബ്ലറ്റ് കളിക്കുന്നുണ്ട്, അല്ല ടാബ്ലറ്റിൽ കളിക്കുന്നുണ്ട്. നൈസ് ആണോ? ഇപ്പൊ അനിമയുടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് S2 തോന്നിയെന്ന് പറഞ്ഞാൽ, സീസൺ 2 തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസയുടെ ഇനിഷ്യൽ മ്യൂസിക്, റിയ വെക്കനിങ് മ്യൂസിക് കീഴിലോട്ട് അമര ഫസ്റ്റ് സീസണും ഇത്ര ഹൈപ്പ് വരാനും അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് എത്താനും കാരണങ്ങളിൽ ഒന്ന് അതിന്റെ ഇനിഷ്യൽ മറ്റേ ഓപ്പണിംഗ് മ്യൂസിക് ആയിരുന്നു. അതേപോലെ തന്നെ സെക്കൻഡ് സീസന്റെ ഓപ്പണിംഗ് മ്യൂസിക് കിടിലമായിട്ട് തന്നെ കൊടുത്ത്. പിന്നെ ഓപ്പണിംഗ് മ്യൂസിക് ആണെങ്കിലും അനിമേഷൻ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സ്. സെക്കൻഡ് സീസൺ
ഒരു രണ്ടാമത്തെ എപ്പിസോഡില്, സെക്കൻഡ് സീസണിന്റെ രണ്ടാമത്തെ എപ്പിസോഡില് നമ്മൾ മറ്റേ ഈ ഇവൻ എറൈസ് അല്ലെങ്കിൽ ഇവൻ മറ്റേ ഇവന്റെ ഷാഡോ ആർമി വിളിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി വിചാരിച്ചിരുന്നത് സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നു എന്നാണ്. പക്ഷെ ഇവന്റെ അത് നമുക്ക് അറിയത്തില്ലായിരുന്നു സത്യം. ഇത്രയും മാൻവ മൊത്തം വായിച്ചിട്ടും ഇതിന്റെ സെക്കൻഡ് സീസണിനകത്ത് മറ്റേ ആ ഒരു ഐസ് എൽഫുമായിട്ട് ആ ഒരു ഫൈറ്റ് കാണുമ്പോഴത്തേക്കാണ് ഇവൻ ഇവരെ വിളിക്കുമ്പോ ഷാഡോ ആർമിയെ വിളിക്കുമ്പം മറ്റേ ഒരു ഇവന്റെ ഷാഡോ ഇങ്ങനെ നീണ്ടുപോയിട്ട് അതിങ്ങനെ കയറി വരുന്നത് ഇത് ഞാൻ കാണുന്ന എവിടെയാണെന്നറിയോ? ഐമാക്സില്. അപ്പൊ അതിന്റെ വൈബ് അടിച്ചു കയറായിരുന്നു കണ്ണില്. ലൈറ്റൊക്കെ വിഷയമായിരുന്നു. അതിന്റെ കോൺട്രാസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. കോൺട്രാസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. കോൺട്രാസ്റ്റ് ഏറ്റവും കിട്ടില്ല ഐമാക്സിൽ ഞാൻ കണ്ടതിനകത്ത്. കോൺട്രാസ്റ്റ് ഏറ്റവും കിട്ടില്ല ഡീമൺ സ്ലെയർ. അത് പിന്നെ അതിന്റെ ഞാൻ പറയത്തില്ല. $1 million എപ്പിസോഡ്സ് അല്ലേ? പൈസക്ക് ഇങ്ങനെ അതണക്ക് തിരിച്ചു വരുന്നുണ്ട്. നല്ല വരുന്നുണ്ട്. ഡീമൺ സ്ലെയർ നല്ലോണം വരുന്നുണ്ട്. അതുമല്ല ഇത് മാൻവാസില് കൊറിയൻ മാൻവാസ് ഇത്രയും മറ്റേ കിടിലം അനിമെ അഡാപ്റ്റേഷൻ വന്നിട്ട് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സാധനത്തിൽ ഇത്രയും ക്വാളിറ്റിയിൽ പ്രസന്റ് ചെയ്യുന്നുള്ളതിന് വലിയ കാര്യമുണ്ട്. ഇതിനു മുമ്പ് എത്ര പേരെ ഫെയിൽ ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ലുക്കിസം ഉണ്ട്. സോളോ ലെവലിംഗ് ലുക്കിസം കമ്പയർ ചെയ്യുകയാണെങ്കിൽ സോളോ ലെവലിംഗിനെക്കാളും വേ 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 ബെറ്റർ ആണ് ലുക്കിസം എന്ന് പറഞ്ഞാൽ. മാൻവ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് സ്റ്റോറി കൊടുക്കാൻ ഇത്രയും കിടിലോ ഒരു ആർട്ടിസ്റ്റ് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. മംഗാക്കാരില്ല അത്ര കിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ആണ് ലുക്കിസത്തിനകത്ത്. ആ അത് ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ഡബ് ചെയ്തു. അതേപോലെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള മാനുവകളിൽ ഒന്നാണ് നോബ്ലസിന്റെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് അതും ഡബ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് വെച്ച് നോക്കുകയാണെങ്കിൽ സോളോ ലെവലിംഗ് ഇപ്പൊ ഇവര് ഇനിഷ്യേറ്റീവ് എടുത്തത് വളരെ. അതുപോലെ വേറെ കാര്യം ഉണ്ടെന്ന് സത്യം പറയുന്നത് മാനുവ വായിച്ചിട്ടുള്ളതിൽ റീഡബിൾ ആയിട്ടുള്ളത് എനിക്ക് പേഴ്സണലി സോളോ ലെവലിംഗ് ആണ്. ഞാൻ 4 പ്രാവശ്യം 5 പ്രാവശ്യം എന്തോ. റിട്ടേൺ ഓഫ് മൗണ്ട് ഹുവാസെക്ട്, ഗ്രേറ്റസ്റ്റ് ഹിസ്റ്ററി ഡെവലപ്പർ, നാനോ മെഷീൻ എനിക്ക് റീഡബിൾ ആയിട്ട് തോന്നിയില്ലേ? എനിക്ക് നാനോ മെഷീൻ എനിക്ക് റീഡബിൾ, കാരണം യു ഹാവ് ടു കീപ് ട്രാക്ക് ഓഫ് ടു മെനി തിങ്സ് നാനോ മെഷീനിൽ. അത് നീ ആലോചിക്കുക, മതി മറ്റേ ഇത്ര സെക്ട് ലീഡേഴ്സ്, ഇത്ര ക്യാരക്ടേഴ്സ്, യു ഹാവ് ടു കീപ് ട്രാക്ക് ഓഫ് എവരിബഡി. അല്ല മാൻവയുടെ കേസും അതാ. നമ്മൾ ഈ ഇവൻ എന്തായാലും സംസാരിക്കും പൊട്ടനാട്ടം കാണുന്ന ഞാൻ നിങ്ങളെ പോലെ അല്ല മാൻവയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചില അനിമേസ് പറയുന്ന അനിമയല്ല മാങ്ക വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരാഴ്ചത്തെ ബ്രേക്ക് ഇതല്ലേ പറയുന്നത്, ഇവര് കാർഡ് പോലെ എഴുതി വെച്ചിട്ട് ഇത് അത് ലൈറ്റ് നോവലായിട്ട് ഇറക്കുന്നത്, എന്നിട്ട് ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് മാൻവ ഇറക്കുന്നത്. ഇവന്മാര് ഇന്ന് ഒരു ചാപ്റ്റർ ഇറക്കി ഇനി അടുത്ത മാസമോ അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒരിക്കലും ഇറക്കുന്നത്. അപ്പൊ ഈ കഥ മൊത്തം ഇരുന്ന് ഒന്നേന്ന് വായിച്ച് വീണ്ടും വരണം. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ ലെജൻഡ് ഓഫ് ദി നോർത്തേൺ ബ്ലേഡില് അവൻ ഒരു ബ്രേക്ക് എടുത്ത്, എനിക്കാണെങ്കിൽ അതിന്റെ ബാക്കി കാണണം, ക്ലിഫ് അങ്ങനെ നിർത്തി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എപ്പോഴാണ് അടുത്ത എപ്പിസോഡ് ഇറക്കണം. ഷൗട്ട് ഔട്ട് ടു ബ്ലാക്ക് ക്ലോവർ ഫാൻസ്. ഈ ഗ്രേറ്റസ്റ്റ് ഡെവലപ്പർ ഞാൻ ഇപ്പൊ എന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നത്. ഓരോ തവണ ഞാൻ ആദ്യം ഒരു വായിച്ചു വരും കഥ ഓർമ്മ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോയതാ. എന്നിട്ട് തിരിച്ചു വന്നപ്പോ ഞാൻ വായിച്ചെടുത്തുനിന്ന് ഒരു ചാപ്റ്റർ കൂടി അയാൾ ഇട്ടിട്ട് അയാൾ ഹൈറ്റസിൽ പോയി. വായിച്ചു വന്നിട്ട് ലാസ്റ്റ് വലിച്ചു. ഇനിയിപ്പോ 2 ആഴ്ച പ്രശ്നമുണ്ട് മുരിം ലോഗിന്റെ അകത്ത്. റിട്ടേൺ ഓഫ് മാജിക് ഷുഡ് ബി സ്പെഷ്യൽ. അതിലുണ്ട് അതിന്റെ അനിമേ വരുന്നുണ്ട്. റിട്ടേൺ ഓഫ് മാജിക്. പക്ഷെ അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് കിടിലാണ്. ലൈക്ക് അത് വരച്ചു വെച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഒരു ഇത്രയും കളർ ഇല്ലാതെ കുറച്ച് ഒരു വാഷ്ഡ് ഔട്ട് ഫീൽ ഒക്കെ. മറ്റേ ക്ലാസ് റൂം ഓഫ് എലീറ്റ് ഇല്ലേ, അതിന്റെ ഒരു രീതിയിൽ മറ്റേ അതേ കണക്കൊരു ഫ്ലോയില് സ്റ്റാർട്ടിങ്ങിന് വരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വേലോടം കയറും. ഞാൻ മറ്റേ തുടങ്ങി കഴിഞ്ഞാൽ ഷെടാ ഇത് മറ്റേ ഡാർക്കി പോവാണോ? അല്ലല്ല നോർമല. പക്ഷെ അത് പോയിരുന്ന രീതി അടിപൊളിയാണ്. പിന്നെ ക്ലാസ് റൂം ഓഫ് ദി എലീറ്റ് അടുത്ത സീസൺ ഈ വർഷം റിലീസാണ്. ആ സാധനമൊന്നും എല്ലാവർക്കും മറ്റേ വായിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ല. അല്ല നമ്മള് സേനന്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് എടുക്കാൻ അറിഞ്ഞൂടാത്തവർക്കാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുള്ള ഐറ്റംസ് ആണ്. ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് വായിച്ചായിരുന്നു. പിന്നെ അതിലെ സൈഡ് സ്റ്റോറി, അതായത് മറ്റേ ആർത്തറായിട്ട് പുനർജനിക്കുന്നവന്റെ മെയിൻ സ്റ്റോറി നമ്മൾ മറന്നു. അത് ഇടയ്ക്ക് എനിക്ക് ഓർമ്മയില്ല. ഞാൻ മറ്റേ ഇത് ഇങ്ങനെ ആയിട്ടാണ് ഇങ്ങനെ വന്നേന്നുള്ളത് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും അത് പിന്നെ കാണിക്കുന്ന ഒരാൾ അങ്ങനെ ഉണ്ടല്ലായിരുന്നു. എവൻ അവിടുത്തെ കിങ്ങോ അങ്ങനെ എന്തോ അവൻ മറ്റേ വേറെ
ലൈഫിലെ കിങ് ആയിരുന്നു. കിങ് ആയിട്ടാണ് ഇവിടെ ജനിക്കുന്നത്. പിന്നെയാണ് ഇവൻ ഇവിടെ നിന്ന് മറ്റേ ഫ്രം സ്ക്രാച്ച് മാജിക് പവേഴ്സ് കിട്ടി, അവന്റെ ഡ്രാഗന്റെ ഫെദർ കിട്ടി, ഇങ്ങനെ ഈ ഡ്രാഗൺ ഫെദർ ഇതിന്റെ കേസിൽ അങ്ങ് പോകും, മറ്റേ കാര്യം മറന്നങ്ങ് സൈഡിൽ കൂടെ അങ്ങ് പോകും. എന്നിട്ട് ഇതിന്റെ ഏതെങ്കിലും പഴയ ഓർമ്മ പോലെ വരുമ്പോഴേക്കും ഓ ഇങ്ങനെ ഒരു കഥ ഇതിന്റെ കാരണം കാര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടിയിട്ടും വീഴും, അടിയിട്ടും വീഴും, അടിയിട്ടും വീഴും. തിരിച്ചടിക്കണില്ലല്ലോ. പിന്നെ പിന്നെ മറ്റേ നമ്മള് പണ്ട് ജെജെക്ക് കുറ്റം പറഞ്ഞ ഏറി കയറിയ സീൻ ഓർമ്മ ഉണ്ടോ? യുജിക്ക് മെയിൻ ക്യാരക്ടർ എനർജി ഇല്ലെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഈ ശരിക്കും ആർത്തറിനുള്ളത്. അല്ല അതിനായിട്ട് പക്ഷെ നമ്മളിപ്പോഴും അത് ഉറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു. അഭിപ്രായത്തിൽ മാറ്റമില്ല. ചെയ്യണമെങ്കിൽ ചെയ്തു. അല്ല ഇപ്പം ഇത് പറഞ്ഞോണ്ട് ഞാൻ പറയുവാണ്, ഈ പറഞ്ഞ ടീബേറ്റിൻ്റെത്, ടീബേറ്റ് ദ ബിഗിനിങ്. ഓക്കെ, അപ്പൊ ടീബേറ്റിന്റെ 2 ട്രെയിലറുകൾ വന്നു അനിമേടെ. ഫസ്റ്റ് എപ്പിസോഡിന്റെ 10 മിനിറ്റ് അമ്മമാര് ഇത് ചെയ്ത് 1 മിനിറ്റ് അമ്മരിട്ട് എന്തോ ചെയ്തെന്നറിയോ? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അനിമെ അഡാപ്റ്റേഷൻ ആവാൻ പോകുന്ന സാധനങ്ങൾ ഒന്നാണ് ദ ബിഗിനിങ് ഓഫ്. നീ ആലോചിച്ച് നോക്കണം, മുഷോക്കോ തെൻസായ വരെ അതിനെ റൈവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ടീബേറ്റ്. പിന്നെ അതിന് അവന്മാര് ഇപ്പം അത് ചെയ്തേക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടാണ് ഒന്നാമത്തത്, 2 പവർ പോയിന്റ് പ്രസന്റേഷൻ, 3 മറ്റേ CGI വർക്ക്, മറ്റേ കോപ്പി പേസ്റ്റ് CGI വർക്കാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കോപ്പി പേസ്റ്റ് CGI വർക്കാണ്. അതിനകത്ത് മറ്റേ പാനൽ മൂവിങ്ങും ഉണ്ട്. അതായത് ഒരു പാനലിൽ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ക്യാരക്ടർ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു സൈഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. ഫൈറ്റിന്റെ ഒരു കുറച്ച് നേരം 10 സെക്കൻഡ് അടുപ്പിച്ച് ഒരു ഫൈറ്റിന്റെ ഏരിയ അടിക്കുന്നുണ്ട്. അത് മിഡ് ഫൈറ്റ്, വലിയ ഇതൊന്നുമില്ല, മറ്റേ ഫ്ലാഷ് കുറച്ച് അടി ഇങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ അത് മരിക്കാനുള്ള സാധ്യത. ഈ പ്രശ്നം അറിയാം, ഉമ്മാരിന്ന് ഇറക്കിയിട്ട് പറയും മാനു രക്ഷപ്പെടൂല, മാനു ഇറക്കിയ ലാഭം ഉണ്ടാവൂല എന്ന് പറഞ്ഞൊരു സൈഡിൽ നിന്ന് തുടങ്ങും. അത് വേറെ കേസ്. ഒരു സൈഡിൽ നിന്ന് സോളോ അല്ലെങ്കിൽ മുങ്ങി വരും, അടുത്ത സൈഡിൽ നിന്ന് എല്ലാം കൂടെ പിടിച്ചു. പ്രശ്നം പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ മാനുവ കണ്ടിട്ടല്ല വായിക്കാൻ പോണേ, ഈ അനിമ കണ്ടിട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ അതിനെ തപ്പിപ്പോണത്. അങ്ങനെ ആയിരിക്കും, അങ്ങനെ കാര്യമുണ്ട്. സോളോ തിരിച്ചു വരാം. ഇവന്റെ അഭിപ്രായം നീ എപ്പോഴാണ് വായിച്ചു തുടങ്ങിയത്, എപ്പോഴാണ് കണ്ടു തുടങ്ങിയത് ഡിസ്കവറി? ഞാൻ ഫസ്റ്റ് സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങി, അതിനുശേഷം ഞാൻ വായിച്ചു തീർത്തല്ലേ. പിന്നെ ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് വീണ്ടും റീറീഡ് ചെയ്ത് തീർത്ത്, ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. പിന്നെ അന്ന് വായിച്ച സമയത്ത് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഏകദേശം. അതായത് എൻ്റെ പാസ്റ്റ് സ്പോയിലേഴ്സ് ആണ്, കുറച്ച് പാസ്റ്റ് കാണിക്കും. പാസ്റ്റ് പോയിട്ട് പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കുറച്ച് ചേഞ്ചസ് ഉള്ള സാധനങ്ങളുണ്ട്, അത് ആ സമയത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. അത് ഞാൻ ഇപ്രാവശ്യം വായിച്ചു തീർത്ത്. പിന്നെ അതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട്, സോളോ ലെവലിംഗ് റാഗ്നറോക്ക്. അതിപ്പം കാച്ചപ്പായി ഫുള്ള്. ബേസിക്കലി സോളോ ലെവലിംഗ് എൻ്റെ പാലറ്റ് ക്ലെൻസറാണ്. സോളോ ലെവലിംഗ് വായിക്കും ഞാൻ, ORV പോയിട്ട് തിരിച്ചൊന്ന് പിന്നെ സോളോ ലെവലിംഗ് വായിച്ച്, ടിബേറ്റ് പോയിട്ട് പിന്നെ തിരിച്ചൊന്ന് സോളോ ലെവലിംഗ് വായിച്ച്, റിട്ടേൺസ് മാജിക്കിൽ പോയിട്ട് തിരിച്ച് സോളോ ലെവലിംഗ് വായിച്ച്, മറ്റേ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് ഇത് ഫുള്ള് ഇരുന്ന് വായിക്കോളാം. 2 ദിവസം എടുത്ത് കഴിഞ്ഞാൽ ഫുള്ള് വായിച്ചു തീർക്കാം. ഫുള്ളിരുന്ന് വായിക്കുമ്പോഴത്തേക്കും മറ്റേ ഫ്രഷ് ഭാരതത്തിലോട്ട് പോവാം. തീർന്നല്ലോ. മാങ്ക വായിക്കുന്ന പോലെയല്ല, അതിൽ ഡയലോഗ്സ് മിനിമല. മാങ്ക വായിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ മാങ്ക ആണെങ്കിൽ മറ്റേ ഒരു പാൻ എടുത്ത് സൂം ചെയ്ത് ഡയലോഗ് മാത്രമേ ഉള്ളൂ. പടം ഇല്ല, പക്ഷേ ജയക്ക് എന്തോണ്ട് എനിക്ക് മറ്റേ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്കും മറ്റേ വരയൊക്കെ വരച്ചിട്ട് ഇതാണ് അതിനാ പടം ഇല്ല, പക്ഷെ കാസ്റ്റ് ടെക്നിക്കിനെ കുറിച്ച് മറ്റേ ഡീറ്റെയിൽ ആയിട്ട് പാരഗ്രാഫ്. അത് ഇപ്പൊ നമ്മളാരെങ്കിലും മറ്റേ വൺ പീസിന്റെ മാങ്ക ബുക്ക് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് ലാസ്റ്റത്തെ കുറച്ച് ചാപ്റ്ററിലോ പേപ്പറിൽ പുള്ളിക്കാരൻ സ്ക്രാച്ച് വരച്ചു വെച്ചിരിക്കുന്നതിന്റെ ഒരു ഫോട്ടോകൾ കാണും. സ്ക്രാച്ച് അങ്ങനെ വരയ്ക്കുന്നത്. ദാറ്റ് ഈസ് വേ ബെറ്റർ ദാൻ JJK ഒറിജിനൽ മാങ്ക. ട്രൂ ഐ അഗ്രി. അത് പറ്റിയ കോമഡി കേസാണ് JJK. അതിന്റെ നീതി അവർ മഹാരാജ വേഴ്സസ് ഇതിൽ തീർത്തായിരുന്നു. അനിമേഷൻ ചെയ്ത ഓർമ്മയില്ല, മഹാരാജ വേഴ്സസ്. അത് എനിക്ക് മിഡായിട്ടാ തോന്നിയത്. അത് തന്നെ ആ കുത്തിവരെന്നല്ലേ മറ്റേ എടുത്തെറിയുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു കുറെ റെക്ടാങ്കിൾസ് പൊട്ടിങ്ങ് പോകുന്നു, പിന്നെ മറ്റേ അകത്തൂടെ ക്യാരക്ടർ പോകുന്നു. അതേ ഉള്ളൂ. ഇതിനെക്കാളും നല്ല ഇവനും വല്ലതും പറ്റും. നല്ലതെന്ന് ഉദ്ദേശിച്ചേടാ. അങ്ങനെ ഇങ്ങനെയാണ് നീ കൊള്ളും. അടുത്തത് ഇതിൽ കൂടുതലും എത്ര റീഡ് സോളോ ലെവലിംഗ്? 2 പ്രാവശ്യം കഴിഞ്ഞു. 3 4 5
ഏറ്റവും കൂടുതൽ റീഡ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഓഫ് മൗണ്ട് ഫോസെക്ട്. അതിന്റെ അത്ര ഞാൻ വേറെ മാനുവൽ അങ്ങനെ റീഡ് ചെയ്തിട്ടില്ല. ഇത് റീഡ് ചെയ്യുന്നുണ്ട്. ഏതാ ഗ്രേറ്റസ്റ്റ് ഡെവലപ്പർ റീഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഡ്രാഗൺ സിസ്റ്റം ഉണ്ട്, മൈ ഡ്രാഗൺ സിസ്റ്റം. അതൊക്കെയാണ് ഞാൻ കൂടുതൽ റീഡ് ചെയ്യുന്ന ഐറ്റംസ്. ഡിമോണിക് എംബറർ, സോളോ ലെവലിംഗ് ഒരു 3 തവണ വായിച്ചു. 4ാമത്തെ തവണ വായിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് വലിയതായിട്ട് അങ്ങനെ ഒരു ബോറിംഗ് സോളോ ലെവലിന്റെ നമ്മളിപ്പോ ഫുള്ള് മാങ്ക വായിച്ചിട്ടുള്ളതുകൊണ്ട് ഈ അനിമെ മാങ്ക തമ്മിലുള്ള ഈ സെപ്പറേഷൻ പാരലൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്നിറങ്ങിയ എപ്പിസോഡ് മറ്റേ ഇതായിരിക്കും അല്ലേ, ഞാൻ കണ്ടില്ല. അല്ല അവന്മാർ നല്ല ഈ പറഞ്ഞ ഇവിടുത്തെ ആൾക്കാര് ജെജു ഐലൻഡ് സ്റ്റാർട്ടിങ് ആയിരിക്കും. ഇന്ത്യൻ മറ്റേ ഇൻസ്റ്റാഗ്രാം ചാനലുകളിൽ പലതിനകത്ത് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ അടുത്ത എപ്പിസോഡിന്റെ എന്താണ് വരാൻ പോകുന്നത്, എന്താണ് വരാൻ പോകുന്നത് അപ്ഡേറ്റ് വരുന്നുണ്ട്. വൺ പീസിലൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. മറ്റേ ഇത് തമ്മിലുള്ള മറ്റേ സെപ്പറേഷൻ മനസ്സിലാവില്ല. സോളോ ലെവലിംഗിനകത്ത് ഇപ്പം ഓൾറെഡി തന്നെ പിന്നെ വൺ പീസും വാസ്റ്റ് ആയിട്ട് കിടക്കുവാണ്. അത് വേറെ കാര്യം. ജെജു ഐലൻഡിന്റെ റെയ്ഡിന്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്ന എപ്പിസോഡാണ് ഇപ്പം മിക്കവാറും ഈ സീസൺ ലാസ്റ്റ് എൻഡ് ചെയ്യണത് 2 മറ്റേ 1 hour എപ്പിസോഡിലാണെന്നാണ് പറയുന്നത്. ബെറൂന്റെ എൻട്രി കാണും ഈ എപ്പിസോഡ്. ബെറൂനുള്ള ഫൈറ്റ് അതൊക്കെ തീർന്ന് അങ്ങനെ അങ്ങ് തീരായിരിക്കും. ആ ബെറൂന്റെ ഫൈറ്റിന്റെ ഒരു ഫാൻ അനിമേഷൻ കണ്ടായിരുന്നു? കണ്ട്. ആ ഗെയിമിലെ സാധനം കണ്ടു. ഗെയിമിലെ സാധനം അതിനെക്കാലം കിട്ടില്ലോ, അതിനെക്കാലം കിട്ടില്ല ഗെയിമിലായിട്ട്. അപ്പൊ അവന്റെ ഫാൻ അനിമേഷൻ അത് അടിപൊളിയായിരുന്നു. അപ്പൊ അതിനേക്കാളും കിട്ടുന്ന സാധനമാണ് ഞാൻ അത് എപ്പിസോഡിന് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ ആയിരിക്കും എന്ന് തന്നെ. ഈ എന്താ പറയാ, ഈ അനിമെ മാത്രം കാണുന്ന ആൾക്കാർക്ക് ഈ ക്യാരക്ടറിനെ വലിയ പിടിയില്ലായിരിക്കും. ഈ വായിച്ച ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി നല്ലൊരു പിടി ഉണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് മറ്റേ സ്കോർ ചെയ്യാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് കോമഡി സാധനങ്ങൾ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ബെറുവാണ്. ടാങ്ക് പക്ഷെ നീ ചെയ്തില്ലേ, ഇനി ഞാനും ചെയ്യും. ആ ഒരു ഇഗ്രിസ് കുറെ കൂടെ ക്ലാസും ഒരു ഫാമിലി പറയുമ്പോൾ എലഗന്റോ അതാണ് ഇഗ്രിസ്. പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യാൻ ബാക്ക് സ്റ്റോറി ഇറക്കിയായിരുന്നു 2 ദിവസം മുന്നേ. മറ്റേ ഇതിന്റെ ഓതർ പേര് പറയാൻ അറിഞ്ഞുകൂടാതുകൊണ്ടാണ്. ലൈക്ക് പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്രിസ് ലൈക്ക് നോർമൽ ടൈപ്പ് ഒരു ലൈക്ക് കോമണർ ആയിട്ട്, അതായത് മറ്റേ നോബിൾസ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവിടെ സ്പോർട്സ്മാൻ ആയിരുന്നു. അപ്പോൾ പുള്ളി ലൈക്ക് എപ്പോഴും ആ സ്കില്ല് എപ്പോഴും മറ്റേ നമ്മളൊരു സോഡ് ഷാർപ്പ് ചെയ്യും പോലെ പുള്ളിയുടെ സ്കില്ല് ഷാർപ്പ് ചെയ്ത് ലൈക്ക് റോയൽസിനെ ഗാർഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് പോണത്. പക്ഷേ ഇങ്ങനെ എത്ര സ്കില്ല് കാണിച്ചിട്ടും ഇങ്ങനെ ഒരു ഏറ്റവും ലോ റാങ്ക് നൈറ്റ് ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യണേ. അവിടെയും പുള്ളി നോബിൾസിൻ്റെ ഇത് ട്രസ്റ്റും എല്ലാം ഗെയിൻ ചെയ്തിട്ട് വാർസിൽ പോയിട്ട് ലൈക്ക് ഫുള്ളി ഫൈറ്റ് ചെയ്ത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് മറ്റേ ഗിന്താമേലൊരു സാധനമുണ്ട് മറ്റേ അവൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്ന സമയത്ത് ആ ഒരു ഓറ കാണിച്ചിട്ടില്ലേ, അതേപോലത്തെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഷെഡ് മാത്രം. മറ്റേ ഈ നിക്കുന്നവനല്ലേ ആ സാധനമാണ് അതിനകത്ത് ഗിന്താമേലെ ഇവന്റെ ഗിന്തോക്കിയുടെ ബാക്ക് സ്റ്റോറി. പക്ഷേ നോബിൾസിന് ഇവന്റെ പുരോഗതി ഇഷ്ടപ്പെടുന്നില്ല. ഇവന് വൈഫും പിള്ളേരും ഉണ്ട്, ബ്രദേഴ്സും ഉണ്ട്. പിന്നെ ഇവനെ ക്യാരക്ടർ പറയുന്ന പറഞ്ഞാൽ സിൽവർ ഹെയറും നല്ല പൊക്കവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാണാനും കൊള്ളാം. ഫെമിനൈൻ ലുക്ക് ഉണ്ടോ? എന്നിട്ട് സംഭവം ഇത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജലസി കയറിയിട്ട് ഇവനൊരു വാറിൽ പോയിട്ട് അവനെ ചതിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർ സോണിൽ അവൻ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇപ്പുറ സൈഡിൽ അവന്റെ ഫാമിലി കാണും, വാർ സോണിന്റെ നടുക്ക്. അങ്ങനെ ഇപ്പൊ അവൻ സൂയിസൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഫാമിലി കൊല്ലും. അപ്പം ഇവൻ സൂയിസൈഡ് ചെയ്യുമ്പം അവന്റെ ഫാമിലി വിടുമെന്ന് പറഞ്ഞിട്ട് അവരെ കൊന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇവൻ ഈ മരിക്കാൻ പോണ സമയത്ത് ഫാമിലി രക്ഷിക്കാൻ വേണ്ടി ബാക്കി എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുക. ഇവൻ അവസാനം കാണുന്ന സൈറ്റ് ഇവന്റെ കൊച്ച് മരിച്ച് വീണതായിട്ട്. എന്നിട്ട് പിന്നെ അവൻ കേൾക്കണത് അറൈസ് എന്ന് പറയുന്ന സൗണ്ടാ. അത് എഴുതി നിർത്തിക്കണോ വായിക്കണോ അല്ലെങ്കിൽ രോമാഞ്ചം അടിക്കും. അത് ഇടയ്ക്ക് ഞാൻ കുറച്ച് മിസ്സായി. ഞാൻ മറ്റേ സിൽവറിലോട്ട് എന്നാലും അതല്ലല്ലോ ഇവിടെ അങ്ങനെയല്ല. നീ സിൽവർ എയർ എന്ന് പറയുമ്പോഴത്തേക്ക് സിൽവർ എയർ ഉള്ള വീഡിയോ എങ്ങനെയാന്ന് ഞാൻ മറ്റേ ആ ക്യാരക്ടറിന്റെ ഇമേജ് ഇവിടെ ഇൻസർട്ട് ചെയ്യും. സിൽവർ ഹെയർ കാണാൻ കൊള്ള പൊക്കുണ്ട്.
അങ്ങനെയാണ്. പിന്നെ ഇഗ്രിസിന്റെ ബാക്ക് സ്റ്റോറി. ഒരു കിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കിങ്ങിന് വേണ്ടി നിക്കണം എന്നുള്ളതായിരുന്നു ഇഗ്രിസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അതിനാണ് ഇഗ്രിസ് അവന്റെ ഡിറ്റർമിനേഷൻ വെച്ചിട്ട് അവന്റെ സ്കിൽസ് ഓൺ. ഇവ നിർത്തിയ രീതി കൊള്ളായിരിക്കും അല്ലേ? എറൈസ് എന്ന് പറഞ്ഞ് നിർത്തുന്നു, കണ്ടടയ്ക്കുന്നു, പക്ഷെ അങ്ങനെ വേറൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ, നീ ഇപ്പൊ ഈ പറഞ്ഞില്ലേ ബാക്ക് സ്റ്റോറി പറഞ്ഞില്ലേ, ബാക്ക് സ്റ്റോറി പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ റാഗ്നറോക്കില് ഇഗ്രിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ. റാഗ്നറോക്കിൽ ഇഗ്രിസിന്റെ വേറെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, വെയിറ്റിംഗ് ഫോർ മൈ മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമെന്ന് വെച്ചാലേ ഈ എറൈസ് എന്ന് പറയുന്ന സംഖ്യനുവാ. ഇതിന് മുമ്പ് ഇവനൊരു മാസ്റ്റർ ഉണ്ട്, കിങ് ഉണ്ട്. പുള്ളിക്കാരനല്ലേ അപ്പൊ ആദ്യമായിട്ട് ഇവനെ അവേഗം ചെയ്യുന്നത്. പറയേണ്ടി വരത്തില്ല. ആ പുള്ളിയുടെ ലോയാലിറ്റിക്കാണ് ഇവൻ മറ്റേ ഇവന്റെ സ്കിൽസ് അത്രയും ബെറ്റർമെന്റ് ആയിട്ട് ആ വാറിന് വേണ്ടിട്ട് ഇവൻ ലോ റാങ്ക് ആയിട്ടും. പക്ഷെ വേറെ കാര്യമുണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെ ആ ഡഞ്ചൻ ഫൈറ്റിലില്ലേ, ഡഞ്ചൻ ഫൈറ്റില് ഇഗ്രിസ് മറ്റേ ഫൈറ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരാളെ. അപ്പം അത് സിങ്ക് ആവൂല. ഇഗ്രിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഡഞ്ചൻ ഫൈറ്റിൽ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കണല്ലേ, ഐ വാണ്ട് ടു സർവ് സംബഡി ഹു വുഡ് ബി എ ബെറ്റർ മാച്ച് ഫോർ മീ. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവന്റെ കുറച്ച് മോണലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് സങ് ജിന്നു പറഞ്ഞത്. അതിനുശേഷം ഇതിനകത്ത് പറയുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ ബാക്ക് സ്റ്റോറിയും അതും അങ്ങോട്ട് സിങ്ക് ആവണില്ല. പക്ഷെ മേബി ഇത് പറഞ്ഞോണ്ട് മേബി ഇനി പിന്നെ റാഗ്നറോക്കിൽ വരുമായിരിക്കും, ഹോപ്പ്ഫുള്ളി. ഇതിന്റെ ഇടയിൽ ഇനി പാർട്സ് ഉണ്ടെങ്കിലോ അറിയാൻ പറ്റത്തില്ല. ഇത് മരിച്ചതിന് ശേഷം ഈ അറൈസ് കേൾക്കണതിന്റെ ഇടയിൽ എന്തെങ്കിലും കാണണമെങ്കിലും ചിലപ്പം വേറെ എന്തെങ്കിലും അത് വലിയ പാടില്ല, അത് കറക്റ്റ് കൊണ്ടുവരാം. കാരണം ചെറിയൊരു സ്റ്റോറിയാണ് പുള്ളിക്കാരുടെ ഉള്ളത്. സോളോ ലെവലിംഗ് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ സ്റ്റോറിയാണല്ലോ, വളരെ ചെറിയ സ്റ്റോറിയാണ്. ആ ഒരു ചെറിയ സ്റ്റോറിയിൽ പുള്ളിക്കാരന് ചെറിയൊരു ആഡിങ് വരാൻ വേണ്ടി വലിയ പാടൊന്നുമില്ല. അതുപോലെ അത് മറ്റേ സിങ്ക് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം അവൻ ചിലപ്പോൾ ഡീമൺ പോസിഷൻ ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അവന്റെ മറ്റേ ഇത് അറൈസ് കഴിഞ്ഞിട്ടുള്ള മോണലോഗ് ആയിരുന്നെങ്കിലോ, അങ്ങനെല്ലാം. മാങ്കയിലുള്ള കിടിലം വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് അനിമയിൽ കറക്റ്റാ കൊണ്ടുവന്നിട്ടില്ല. മറ്റേ ഇവന്റെ കേപ്പ് പറഞ്ഞിട്ട് സംഗീങ് അതിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന 2-3 സീൻസ് ഉണ്ട്. മറ്റേ കേപ്പ് ഇങ്ങനെ ഇഗ്രിസ് കേപ്പ് തുറന്ന് നോക്കുമ്പോ അതിന്റെ അകത്തുനിന്ന് സഞ്ജീവ് പോർട്ടലിൽ നിന്ന് ഇറങ്ങി വരും പോലെ വരുന്ന കുറച്ച് സീൻസ് ഉണ്ട് ഇതിന്റെ അകത്ത്. സോളോ ലെവലിംഗിന്റെ അകത്ത് ഫാങ്ങിന്റെ സീൻ, ലൈക്ക് അല്ല, അത് കഴിഞ്ഞിട്ട് ഇനി മുമ്പോട്ട് വരുമ്പോ 2-3 കിടിലൻ സീൻസ്. അത് ഇവനെ മറ്റേ ഷാഡോ ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഷാഡോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇവൻ പൻ കലിപ്പിലായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ആരാ? സംഗീത് എന്ന് പറഞ്ഞ ദേഷ്യത്തിന്റെ അങ്ങേയറ്റം മറ്റേ റേജിൽ നിന്നിട്ടായിരിക്കും. ആ സമയത്ത് ഇവിടെ നിൽക്കുന്ന ഷാഡോയ്ക്ക് അറിയാം ഇവന്റെ ഇതെന്തുവാണ്, ഈ അവന്റെ തോട്ട് അറിയാൻ പറ്റും. അപ്പോഴും പേടിച്ചാണ് ഇവർ നിൽക്കുന്നത്. ആ സമയത്താണ് ഇവൻ മറ്റേ പെട്ടെന്ന് ഷാഡോ സീൻ അടിക്കുന്നത്. മറ്റേ സീൻ സ്കൂളിലെ സീൻ പാരലിൽ ശ്രദ്ധിക്കണം. അവളെ ആദ്യം പിടിച്ചു കൈസലിനകത്തല്ലേ വരുന്നത് അവൻ. കൈസലിനകത്തല്ല, അത് ഷാഡോ എക്സ്ചേഞ്ചാടാ. സ്കൂളിൽ ഷാഡോ എക്സ്ചേഞ്ച് ആണ്. അല്ലല്ല, ഷാഡോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഷാഡോ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അങ്ങോട്ട് പോയേ, അവൻ തിരിച്ച് കൈസലിന്റെ വരുന്നത്. കൈസലി വന്ന് മറ്റേ ഇത് പൊട്ടിച്ചേറി വന്നിട്ടാണ് അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നത്. ഇത് പൊട്ടിച്ചേറിയിരുന്നവൻ. എന്റെ മൈൻഡിൽ ഷാഡോ എക്സ്ചേഞ്ച് ആണ്. സിമിലർ ഷാഡോ എക്സ്ചേഞ്ച് സീൻ ഉണ്ടോ? അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ ഇതിനകത്തുണ്ട്, അയാളെ കൊല്ലുന്ന സമയത്ത്. സ്പോയിലർ ഇടുന്നില്ല. ആൾക്കാരില്ല. അല്ല, അതാണ് ഞാൻ ഒരു ജനറിക് സംഭവമായിട്ട് പറഞ്ഞത്. കൈസലിന്റെ പിന്നെ എല്ലാം മാസമാണ്. പിന്നെ മറ്റേ കുറെ ഇപ്പൊ എല്ലാരും മാന്മായുണ്ട്, പാനൽ കട്ട് ചെയ്തിട്ട് സ്റ്റോറിയൊക്കെ ഇറക്കണുണ്ട്. മറ്റേ നിങ്ങൾക്കറിയാവോ ഇങ്ങനെ സംഭവം അനിമേഷൻ കൂടെ കയറ്റും. ഈ ഓരോ കട്ട് ചെയ്തിട്ട് അനിമേറ്റ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര എളുപ്പമാണ് മാൻവാക്ക്. പിന്നെ വേറൊരു സാധനമുണ്ട്, ആൾക്കാരെല്ലാരെയും മറ്റേ മിസ്ഇൻഫർമേഷൻ കൊടുത്തോണ്ടിരിക്കുവാണ്. ഈ അവൻ കാമിഷിനെ ടൈം ചെയ്ത് അവൻ സോൾജർ ആക്കും എന്നുള്ളത് ഫേക്കാണ് സംഭവം. ആ ഡ്രാഗനെ മറ്റേ ഫോർ ഫ്യൂ സെക്കൻഡ്സ് അവൻ ഇങ്ങനെ ഷാഡോ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് സംസാരിക്കും. അപ്പൊ തിരിച്ചു അതേടൊക്കെ തന്നെയാണ് മറ്റേ ഡിസ്ട്രക്ഷൻ, മറ്റേ ഒരു തന്നെ ചേഞ്ച് ചെയ്തിട്ടിരിക്കുമല്ല മറ്റേ ഒരു ഓർക്കിന് മൊണാർക്ക് ഓഫ് ദ ഡിസ്ട്രക്ഷൻ. അവനെ അതണക്കല്ലേ ജസ്റ്റ് സംസാരിക്കും,
അത് കഴിയുമ്പോഴത്തേക്ക് അവനെ വിടുക അല്ലല്ല അവനെ എക്സ്ട്രാക്ട് ചെയ്യാൻ മൊണാക്സിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റൂല. സംസാരിച്ച് കുന്നുകളയും, അവൻ തട്ടിക്കളയും. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെയിൻ തന്നെ റിലീസ് കഴിഞ്ഞാൽ ഞാൻ മറ്റേ നിനക്ക് ലോയൽ ആയിരിക്കും എന്നൊക്കെ ഡയലോഗ് അടിച്ചു പറ്റിക്കാൻ നോക്കും. കളയാൻ മറ്റേ അതേപോലെ ഒരു സാധനം ഇതില് എമിത്ത് അത് കിട്ടില്ല. അത് റാഗ്നറോക്ക്. അത് ഇപ്പൊ ഈ പറഞ്ഞ സോളോ ലെവലിംഗ്, അത് റാഗ്നറോക്കൊക്കെ ഇനി ഏത് കാലത്ത് അനിമേറ്റ്. അതല്ല ഈ സോളോ ലെവലിന്റെ ഒരു 3ാമത്തെ 4ാമത്തെ സീസണൊക്കെ വരുമ്പോഴത്തേക്കും വേറെ വിഷയമായിരിക്കും. ഇന്റർനെറ്റ് ഒക്കെ ഒന്ന് കത്തും. 4th സീസണൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ച്. ജേജു ഐലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെൻ കമ്പയറിംഗ് ടു ദ ഫ്യൂച്ചർ ആർക്ക് വളരെ നോർമലായിട്ട് പോണ സംഭവമാണ്. അങ്ങോട്ടാകുമ്പോ അങ്ങനൊന്നും അല്ല. അതേപോലെ മറ്റേ ജെറയുടെ മരണശേഷം നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലെ ഇവിടെ കുറച്ച് സാധനങ്ങൾ സ്പോയിലറാണ്. ഒരു പർപ്പിൾ റിങ് ഇതില് മുകളിൽ വന്നിട്ട് മറ്റേ പഴയ ഷാഡോ കിങ്ങിന്റെ ഒരു ഫുൾ ആർമി. അത് കുറെ പാനലൊക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. പക്ഷെ കണ്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും വലിയ ആൾക്കാർ സമയത്ത് ഇവ അപ്പഴേ ബാക്കി ആരും കുശുമ്പും കുഞ്ഞായ്മയും എസ് ക്ലാസ് ഡഞ്ചനൊക്കെ കളിയാൻ പറ്റേ എസ് റാങ്ക് ഡഞ്ചനൊക്കെ കളിയാൻ ഒറ്റയ്ക്ക് പോയി ക്ലിയർ ചെയ്തിട്ടൊക്കെ. അതിപ്പം ഓൾറെഡി തന്നെ ആനിമയ്ക്കകത്ത് ആ ഒരു സീൻ വന്നിട്ടുണ്ട്. എന്തുവാ മറ്റേ അവിടുത്തെ മറ്റേ ഹൈ റാങ്കിങ് ആയിട്ടുള്ള എസ് റാങ്കിന്റെ അടുത്ത് ചോദിക്കും, നിന്നെ കൊണ്ട് പറ്റുമായിരുന്നു, നിന്നെ കൊണ്ട് പറ്റുമോ ഒരു എ റാങ്ക് ഒറ്റയ്ക്ക് ക്ലിയർ ചെയ്യാൻ? പറ്റത്തില്ല. മനസ്സിലായി. ഇനി മറ്റേ വേറെ ഇപ്പൊ ജപ്പാൻ എന്നുള്ള എസ് റാങ്ക് വന്നില്ലേ? ജപ്പാനോട് പുള്ളിക്കാരനൊരു ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമുണ്ടല്ലേ. അതെങ്ങനെ ഇനി അങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇനി ജപ്പാന് 2 തവണ പുള്ളി അടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് ജപ്പാന്. വളരെ ഇന്റൻഷനലി എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെങ്ങനെ ജപ്പാനിൽ ആനിമേറ്റ് ചെയ്ത് ഇറക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇവർക്ക് മറ്റേ ഈ മറ്റേ പാട്രിയോട്ടിസം ഭയങ്കര വിഷയമാണ്. ആ പാട്രിയോട്ടിസം നിൽക്കുന്ന ആൾക്കാരുടെ ഫ്രണ്ടിലോട്ട് ഇവരിത് എങ്ങനെ മറ്റേ കാണിച്ചു വെക്കും എന്നുള്ളതാണ് അറിയാൻ പറ്റും. സൂപ്പർ ആയിരിക്കും. ഭയങ്കര രസമായിരിക്കും. ഒന്നുമില്ല ഇല്ല അവര് മറ്റേ ഇത് എന്താ പറയാ അനിമയില് പേരും കാര്യങ്ങളൊക്കെ മാറ്റമുണ്ടല്ലോ, അതുപോലെ മാറ്റമായിരിക്കും. ഒന്ന് പൊലിപ്പിച്ചൊന്ന് ആംബിഗ്വസ് ആയിട്ട് അങ്ങ് ഇറങ്ങും, അല്ലെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യും. അതൊക്കെ ഇറക്കാനാണെങ്കിൽ ജപ്പാൻ കത്തും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാനുവ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, മാനുവയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ ജപ്പാന് 2-3 തവണ ഇയാൾ ഊക്കുന്നുണ്ട്. അത് ഒരിക്കലും ജപ്പാനില് അവർ ആനിമേറ്റ് അക്സെപ്റ്റബിൾ അല്ല അവര്. കാരണം ജപ്പാൻ അവർക്കത് കട്ട് ചെയ്യാനും പറ്റത്തില്ല, അതാണ് പ്രശ്നം. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനും. അത് കട്ട് ചെയ്യാൻ പറ്റൂല, പക്ഷെ വേറെ എന്തെങ്കിലും മാറ്റം ഒന്ന് സൂത്തം ചെയ്ത് മറ്റേ ഷുഗർ കോട്ട് ചെയ്ത് ഇറക്കത്തുള്ളൂ. സീസൺ 3 എപ്പോഴാണല്ലോ എന്റെ ഇതുവല്ലോ വന്നായിരുന്നു. സീസൺ 2 ഇതുവരെ ഇറങ്ങി തീർന്നില്ല, അടുത്ത വർഷം കാണുമായിരിക്കും. സീസൺ 3 ലാസ്റ്റ് സിനിമ ആയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്റെ അഭിപ്രായം. ലാസ്റ്റ് ആനിമേ ടു സിനിമ കൾച്ചർ ഇപ്പം ഭയങ്കരമായിട്ട് ഡോമിനന്റ് ആവുന്നുണ്ട്. ഇപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡീമൺ സ്ലെയറിന്റെ വരുന്നുണ്ട്, ഹൈക്യൂന്റെ അത് വന്ന് വേറെ ഏതോ അനിമേ ഇറങ്ങുന്നുണ്ടല്ലോ നമുക്ക്. ലാസ്റ്റ് സോളോ ലൈൻ്റെ സിനിമയായിരുന്നു, സെക്കൻഡ് സീസൺ മുമ്പ് സിനിമയായിരുന്നു. അതിനകത്ത് സീസൺ ഒന്നും ഇല്ലടാ, അത് 2 എപ്പിസോഡാണ്. അതെന്നാ സിനിമയായിട്ടിൽ ഇറക്കിയത്? അത് മറ്റേ ഇവന്മാര് ചെയ്യുന്ന പണി. ആരാ ഈ മുഗൻ ട്രെയിനിന്റെ സമയം അല്ല, മുഗൻ ട്രെയിൻ അല്ല, അതിനുശേഷം ട്രെയിനിങ് ഇറക്കിയില്ല, ഇവരിറക്കിയില്ലയോ? അതേപോലെ ആളെ പറ്റിക്കൽ പരിപാടിയായിരുന്നത്. ലാസ്റ്റത്തെ 3 എപ്പിസോഡും അടുത്ത 2 എപ്പിസോഡ് ഒരു എപ്പിസോഡ് ഇറക്കി വിടുക. ഇത് തന്നെ സോളോ ലെവലിംഗ് അത് കറക്റ്റ് എഡിറ്റ് ചെയ്ത് ഇറക്കി വിട്ട്. അതായത് നമുക്ക് ബോർ അടിക്കാത്ത രീതിയിൽ ഫസ്റ്റ് സീസണിന്റെ ഫുൾ ഒരു പ്രൊലോഗും സെക്കൻഡ് സീസണിന്റെ 2 എപ്പിസോഡ് വരെ നമുക്ക് കാണിച്ചു തന്നു. അതാണ് ചെയ്തത്. പക്ഷെ ഈ മുഗൻ ട്രെയിൻ പോലെയോ അല്ലാതെ ഇനിയിപ്പോ ഇൻഫിനിറ്റി കാസിലിന്റെ ആർക്ക് വരുന്നത് ആനിമേകൾ വരുന്നത് പോലെ 3 സിനിമയായിട്ടാണ് ഇൻഫിനിറ്റി കാസിൽ ഇറങ്ങാൻ പോകുന്നത്. പൈസ കിട്ടി സുഖം പിടിച്ചുപോയി. ആ ഒരു അതിനൊക്കെ ഹൈക്യൂന്റെ ലാസ്റ്റ് ഇപ്പൊ സിനിമ ഇറങ്ങിയത്, അത് ക്യാനൺ ആണ് ഇപ്പൊ സിനിമ ഇറങ്ങിയത്. അതേപോലെ ഇനിയിപ്പോ കുറച്ച് ആനിമേക്കാരന്മാർ ഇതും പൊക്കി പിടിച്ചോണ്ട് വരും. കാരണം അവർ കാശ് നല്ല രീതി ഉണ്ടാക്കാൻ പറ്റും ഇതിനകത്തുനിന്ന്. പിന്നെ കാരണം തിയേറ്റർ റിലീസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം
തിയേറ്റർ റിലീസ് സോളോ ലെവലിംഗ് ഉൾപ്പെടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ക്രഞ്ചി റോളിന് കൊടുക്കുന്നത്, പിന്നെ ഏതെങ്കിലും സ്റ്റുഡിയോസ് അല്ല നെറ്റ്ഫ്ലിക്സോ അങ്ങനെ ഏതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിന് കൊടുക്കുക. ഇവർ ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷെ ഒരു സീസൺ അറിയാൻ കഴിഞ്ഞിട്ട് മുഖൻ ട്രെയിൻ ചെയ്യുന്നത് കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. കാരണം ആനിമെ ഇറക്കി 12 എപ്പിസോഡ് ഇറക്കി നമ്മൾ കാശ് ഉണ്ടാക്കാൻ പറ്റും. അറബാസ്റ്റയുടെ ഒക്കെ മൂവി ആയിട്ടും ഉണ്ടല്ലോ. അത് ക്യാനൻ അല്ലടാ. വൺപീസിന്റെ മൂവി ഉണ്ടോ അങ്ങനെ മറ്റേ എപ്പിസോഡ് കട്ട് ചെയ്ത്? അല്ലെ അലബാസ്റ്റയുടെ ഒക്കെ മറ്റേ ഡ്രം ഐലൻഡ് ക്യാനൻ മൂവി ഉണ്ടോ? ആ ക്യാനൻ മൂവി ആക്കി ഉണ്ടോ? റൊമാൻസ് ഡോൺ ഉണ്ടല്ലോ, അത് മൂവി ആയിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഉള്ള കുറച്ച് സീസൺസ് ഉണ്ടല്ലോ, സീസൺ ഒരു ഫസ്റ്റ് വരുന്ന എപ്പിസോഡ്സ് സിനിമ ആക്കിയിട്ട് മുഖൻ ട്രൈ ചെയ്ത് നടക്ക്. വൺ പീസിന്റെ മൂവീസിനെ നോൺ കാനൺ ആയിട്ട് കൂട്ടാനും പറ്റില്ല, കാരണം എല്ലാ സ്റ്റോറി ആയിട്ട് റെലവന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണല്ലോ. ഷിക്കിയുടെ മറ്റേ സ്ട്രോങ് വേൾഡ്, സ്റ്റാമ്പീഡ് എല്ലാം. പിന്നെ ഹാർട്ട് ഓഫ് ഗോൾഡ് സ്റ്റാമ്പീഡിന്റെ അവസാനത്തെ ഒരു സീൻ ഒരെണ്ണം കളഞ്ഞു അവന്മാര്. ഹാർട്ട് ഓഫ് ഗോൾഡ് ആണോ ഏതോ ഒരെണ്ണം കളഞ്ഞായിരുന്നു. ഹാർട്ട് ഓഫ് ഗോൾഡ് അധികം ആൾക്കാർക്ക് അറിഞ്ഞൂടാ, ഗോൾഡ് എല്ലാവർക്കും ക്ലോക്ക് ഐലൻഡ് ബാക്ക് ടു സോളോ ലെവലിംഗ്. കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ പീസ് പോക്കോളൂ. ഇത് അല്ല അങ്ങനെ കൊണ്ടുവന്നാൽ കൊള്ളാം. അതായത് ഈ മുഖൻ ട്രെയിനൊക്കെ ഇറക്കിയ കണക്ക് ഒരു സീരീസ് ഒരു 12 എപ്പിസോഡ് ഇറക്കി അത് ഇവർ കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റും. 12 എപ്പിസോഡ് ഇറക്കിയതിന് ശേഷം ആ 12 എപ്പിസോഡിന് ഇത് കണക്ക് അടിച്ച് വരത്തി എടുത്ത് ഒരു സിനിമയുടെ ലെവലിലാക്കിയിട്ട് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖൻ ട്രെയിന് ഓർമ്മയുണ്ട, അന്ന് കൊറോണ സമയത്ത് തിയേറ്റർ അടച്ചിരുന്ന എല്ലാ രാജ്യങ്ങളും ഷട്ട് ഡൗൺ, ഇത് ഈ ലോക്ക്ഡൌണിൽ പോയ സമയത്ത് ഈ സിനിമ മില്യൺസ് ആണ് വാരി കൂട്ടിയത്. മുഖൻ ട്രെയിൻ റെക്കോർഡ് കളക്ഷനാണ് മുഖൻ ട്രെയിൻ ഇപ്പോഴും. അതാണ് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതും ഓൾറെഡി ഇറങ്ങിയ ആനിമെ എപ്പിസോഡ്സിനെ ചുരുട്ടി ഉണ്ടാക്കിയത്. ചെയ്ത് ഭയങ്കര സ്മാർട്ട് ആയിരുന്നു. ആദ്യം മൂവി ഇറക്കി ഒരു എപ്പിസോഡ് ഇറക്കിയിട്ട് ആണ് അവർ എപ്പിസോഡ് ഇറക്കി തുടങ്ങിയത്. സോ എവരിബഡി വാച്ച് ദ മൂവി ഫസ്റ്റ്. ഏതാ ഇപ്പം ലാസ്റ്റ് ഇറക്കിയതാ അതോ മുഖൻ ട്രെയിൻ? മുഖൻ ട്രെയിൻ. എന്നിട്ട് they said that episodes-ൽ കുറച്ച് additional ഉണ്ട് എന്ന് പറഞ്ഞ് ഇറക്കിയത്. ശരി, ആദ്യം മൂവി ഹിറ്റ് ആവാൻ കാരണം അങ്ങനെ ഇറക്കിയാ മതി. പക്ഷെ ടൈം കുറെ എടുക്കും. ടൈം ഇവരത്രയ്ക്ക് മറ്റേ ഇങ്ങനെ ആയിരിക്കും തോന്നുന്നില്ല. എന്തായാലും കാശുണ്ടാക്കണം. നമുക്ക് നിർബന്ധം, നമുക്കതാണ് ലാഭം. ഇതിന്റെ ഇടയിൽ നമ്മൾ മറന്നു വന്ന കുറച്ചു പേരുണ്ട്, മാപ്പയിലെ തൊഴിലാളികൾ. അയാളൊന്ന് പറഞ്ഞു കേട്ടില്ലേ, വർക്ക് ലൈഫ് ബാലൻസ് സൂപ്പറാണ്. അവർ ഈ പറഞ്ഞ ഇങ്ങനൊക്കെ തന്നെ ആണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവർ ആ തൊഴിൽ പഠിക്കാൻ പോയതും ആ ജോലിക്ക് കയറിയത്. അതൊരു കാര്യമുണ്ട്. ഇവിടുത്തെ അനിമേഷൻ സ്റ്റുഡിയോസ് പ്രതീക്ഷിക്കുന്നു വേണ്ട. അത്ര ഹൈറ്റ് എവിടെ? ജപ്പാനിലെ കിടിലോ? എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ ഓഫ് കിടിലോ എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ആ ക്യാമറ ഒന്ന് താഴോട്ട് തിരിക്കാൻ പറ്റില്ല. മാഡ് ഹൗസ് 90s അവസാനമായിട്ട് ഒരു പുള്ളിക്കാരെ നിനക്ക് കയറിയിട്ട് മരിച്ചായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് മൂർഖനെയാണല്ലോ ചൊട്ടി. But see, I know that there is a negative side effect to working 12-hour work weeks. There is negative work hours only negative. പക്ഷേ ഇത് എഴുതുന്ന ആൾക്കാരെല്ലാം ഭയങ്കര passionate ആണ്. അതുകൊണ്ട് So it comes from it. അവസാനം പാഷൻ മാത്രമേ കാണൂ. 12-hour ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിനുള്ള പൈസയും കൂടെ കൊടുക്കും. അത് സത്യമാണ്. That is something. ഒന്നത് ഇല്ല, 12 hour വെക്കണ 8 hour ആ വർക്കിലോട് സ്പ്ലിറ്റ് ചെയ്യും. 4 hour ഹയർ ചെയ്യും. മാപ്പയില് 12 hour ഒന്നും അല്ലായിരുന്നു. അവർക്ക് മറ്റേ അവര് സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യായിരുന്നു. സമയത്തും ജയജയുടെ സമയത്ത് അവരവിടെ സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു. കുറച്ച് പാടായിരുന്നു. അതിന്റെ ആനിമേഷന്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്തായിരുന്നു. ആത്മഹത്യ ചെയ്യോ എങ്ങനെ ചവിട്ടി ഇറങ്ങോ? ഡീഗ്രേഡ് ചെയ്യുന്നതിലും വേണ്ടേ? അതാ ദാരിദ്ര്യം. ഫസ്റ്റ് സീസൺ ആനിമേഷൻ ഒക്കെ ഓക്കെ ആയിരുന്നു, സെറ്റ് ആയിരുന്നു. മര്യാദയ്ക്ക് അത് പറഞ്ഞു തീർക്കണമെന്ന് അടുത്ത് വീണ്ടും ടോപ്പിക് ഇട്ടുകൊടുത്തോണ്ടിരിക്കും. ഇനിയിപ്പം ആനിമേഷൻ നല്ലതാവത്തേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം റെഡ് ഐസ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റുഡിയോ, അതായത് മാൻവാ സ്റ്റുഡിയോ നല്ല പിടുത്തോടെ പിടിച്ചിരിക്കുന്നത്. അവന്മാര് മറ്റേ വിട്ട് കളിക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് നല്ല സാധനം. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഷോനൻ ജമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാര് സാധനങ്ങൾ ഇറപ്പുണ്ട്. അവന്മാർക്ക് ഇതെല്ലാം കൂടി ഇട്ട് മാനേജ് ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ ഒടേ പോലെ മങ്കാക്ക് ഇതിനു വേണ്ടി നിൽക്കണം. ഈ ഷോനൻ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മറ്റേ ഇപ്പം പേരോട്ടിന് ഇത് കൊടുക്കുന്ന ഏതാ ബ്ലാക്ക് ക്ലോവർ കൊടുക്കുന്നു, നരൂറ്റോ കൊടുക്കുന്നു, അങ്ങനെ ഒരു ഗ്രൂപ്പ് പോവും. മാഡ് ഹൗസിന് ഇന്നതൊക്കെ കൊടുക്കുന്നത് ഇവർക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റെഡ് ഐസ് ആ പഠിപ്പ് ഒറ്റ അനിമയാണ്. ഇത് കഴിയുമ്പോഴത്തേക്കും ഒമ്നിസിയൻ റീഡേഴ്സ് അവന്മാർ അത് മാത്രം, അതും റെഡ് ഐസിന്റെ ആണ്. അവന്മാർ അത് മാത്രം.
കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. സമയം എടുത്ത് ക്ലീൻ ആയിട്ട് സംഭവം ഇറങ്ങുന്നു, ഹിറ്റ് ആവും. ഓർവി നോക്കി, ഓർവി ഇറങ്ങുമ്പോൾ ഹിറ്റ് ആവും. ഓർവി ഹിറ്റ് ആവും. സോളോ ലെവലിങ്ങിന്റെ അത്ര മാർക്കറ്റിംഗ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ, ഓർവി കൊടുത്തു കഴിഞ്ഞാൽ ഓർവി ടോപ്പ് അടിക്കും. വേറെ കാര്യം സോളോ ലെവലിംഗ് കുറെ കൂടെ മറ്റേ കൺവെൻഷൻ സാധനമാണ്. ഹീറോ വരുന്നു, ലെവലപ്പ് ചെയ്യുന്നു, പവറപ്പ്. അങ്ങനൊന്നും അല്ല. സത്യം പറഞ്ഞാൽ ഓർവയിൽ നമുക്ക് തന്നെ ഇടയ്ക്കിടെ സംശയം തോന്നുന്നു, ഇവൻ നടനാണോ വില്ലനാണോ. അതാണ് വേറെ സാധനം. ഓർവി അങ്ങനെ ഒരു സാധനം. ചെകുത്താൻ അവനെ പേടിയാണ്. ചെകുത്താൻ അവനെ കാണുമ്പോ പേടിച്ച അനിമേൽ അതാ ഉള്ളത്. ഇവ ഹെല്ലി പോകുമ്പോഴത്തേക്കും നീ എന്തിനാണ് ഇവിടെ വന്നത്, നിനക്കെന്താ ഇവിടെ കാര്യമാണ് ചോദിക്കുന്നത്. അവൻ പറ്റി അവിടെ ഉള്ള ഡീമൻസിനെ പറ്റിച്ച് അവൻ പണിയെടുപ്പിക്കും. ചെകുത്താന് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെകുത്താൻ അടുത്ത റിക്രൂട്ട് നോക്കി, അടുത്ത ചെകുത്താനായിട്ട്, അടുത്ത ഡെവിളായിട്ട്. അത് ആരെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നടനെയാണ്. നിന്നെ കൊണ്ടേ പറ്റത്തോളൂ. നല്ലവനാ, എല്ലാരും സഹായിക്കണം എന്നുള്ള മനസ്സേ ഉള്ളൂ. അതിന് വലിയ വില കൊടുക്കും. നട്ടലൊടിച്ച് പണിയെടുക്കും, പക്ഷെ പണിയെടുക്കുന്നതിനുള്ള ശമ്പളം നിനക്ക് തരും. നീ ചത്തുപോയി കഴിഞ്ഞാൽ ഉത്തരവാദി. കറക്റ്റ് ഒറ്റ വാക്കി പറഞ്ഞു, ചിരിച്ചുകൊണ്ട് അതങ്ങനെ അത് ലോയിഡ് ഫ്രണ്ടറുടെ ചിരി, അത് വേറെ ചിരി. നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും. അത് അടിപൊളി സാധനമാണ്. ആ സാധനമേ നമ്മൾ വായിക്കാൻ നേരത്ത്, മൊബൈൽ വായിക്കാൻ നേരത്ത് നമ്മൾ ഫ്രണ്ട് ഒരു മിററിന്റെ ഫ്രണ്ട് ഇരുന്ന് വായിക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ആ മിററിലോട്ട് നമ്മൾ പോകാൻ നോക്കണം. അല്ല, കാര്യമായിട്ട് പറയാ, ഓർമ്മയുണ്ടോ വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഓരോ സമയത്ത് നമ്മൾ എടുത്ത് നമ്മളെ മുഖം ഇങ്ങനെ ഇതിനകത്തോട് നോക്കിയാൽ നമ്മൾ അതാണ് കാര്യം, നമ്മളെ മോന്തിരിക്കുന്നത്, ചിരിച്ചോണ്ടിരിക്കുന്നത്. വികൃതമൊക്കെ പറഞ്ഞാൽ അഞ്ചാറ് സാധനമാണ്. പിന്നെ വല്ലാണ്ട് റിലേറ്റബിൾ സാധനം ജാവിയറിന്റെ ഇത് വല്ലാതെ റിലേറ്റബിൾ. ഓക്കെ, അപ്പോ സോളോന്റെ എപ്പിസോഡ് ഇതൊക്കെ പറയാനുള്ളത് എല്ലാം കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു സ്പോയിലറോ? അല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെല്ലാം നല്ലതെന്ന് പറയാനേ ഉള്ളൂ. ഇനി എന്തെങ്കിലും മോശം വരാതിരിക്കും. വന്നു കഴിഞ്ഞാൽ വന്നത് വരെ നല്ലത്, സൂപ്പർ, അടിപൊളി. രണ്ട് സീസൺ സൂപ്പർ ആയിരുന്നു. വളരെ ചലഞ്ചിങ്ങും ആണ്, കാരണം ഇത്ര എക്സ്പെക്ടേഷൻ കിടക്കുവാണ് മാൻവാ റീഡേഴ്സിന്റെ അടുത്തുനിന്ന്. അത് നല്ല രീതിയിൽ മാച്ച് ചെയ്ത് പോകുന്നുണ്ട്, വളരെ വലിയൊരു കാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ സോളോ ലെവലിന്റെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കണ്ടതിൽ സന്തോഷം. അപ്പൊ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ലാസ്റ്റ് ഒരു സംഭവം ഇട്ട് നിർത്താൻ പറഞ്ഞപ്പോൾ കുറച്ചാളായിട്ട് പറയാനില്ല. ഇതുവരെ കണ്ട, ലൈക്ക് ഇഫ് യു വാച്ച്ഡ് അപ്പ് അണ്ടിൽ നൗ, കമന്റ്. എന്റെ പേരെന്തായിരുന്നു? മാത്രം പറയരുത്. ഇല്ല, കമന്റ് ഇഗ്രിസ് ഇറക്റ്റ് കളഞ്ഞു. ആനിമയ്ക്കകത്ത് ടസ്ക് ഇല്ലല്ലോ. അങ്ങനെ ശരി, കമന്റ് ടസ്ക്. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ടസ്ക്. സോ ടസ്ക് ആരാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ അത് ഗൂഗിൾ ചെയ്തു. സോ എന്താ പറയാ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബേസിക് സംഭവം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം, എവറിത്തിങ് ഇസ് ദെയർ. സോ ഇഫ് യു ഹാവ് എനി സജഷൻസ്, ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് എൽസ്, ലെറ്റ് us know. സോ അടുത്ത ആഴ്ച കാണാം. ബൈ.